കാലങ്ങൾ മാറി ഓർമ്മകൾ പൂത്തു, ജീവിത വഴികളിൽ കഥകൾ പിറന്നു. സാജൻ ചെമ്പഴയുടെ ഇന്നലെകൾ, മഴ നനഞ്ഞ ബാല്യത്തിന്റെ പാതകളിൽ സ്വപ്നം വിതച്ചൊരു യാത്രയായിരുന്നു. ഇന്നലകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ വിശേഷങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരു അനുജൻ ഉണ്ടായി. ഞങ്ങളുടെ അനുജന് 3ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ 1 വയസ്സ് പൂർത്തിയായി. അനുജൻ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വീട്ടിൽ തന്നെ കണ്ടു തുടങ്ങിയായിരുന്നു. പപ്പ പുതിയൊരു കച്ചവടത്തിലേക്ക് കാലെടുത്തു വെച്ചു, ലോട്ടറി കച്ചവടത്തിലേക്ക് മാറി. അങ്ങനെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം അനിയൻ്റെ ജനനത്തോടു കൂടി വീട്ടിൽ നടക്കുകയുണ്ടായി. സ്കൂൾ വെക്കേഷനൊക്കെ ആവുമ്പോൾ ഞങ്ങൾ പുറത്തോട്ടെങ്ങും പോകാതെ അനിയൻ്റെ കൂടെ തന്നെ അവിടെ ഇരുന്ന് കളിക്കാനായിട്ടുള്ളൊക്കെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുക. പക്ഷേ വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് അമ്മ ഓരോരുത്തരെ ഓരോ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവിട്ടോളൂ, കുഴപ്പമില്ല, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇവർക്ക് പറ്റത്തില്ല. ഇവർ പോകുന്നതിൻ്റെ പറഞ്ഞ് കുഞ്ഞ് പോവും, 1-2 വട്ടം അങ്ങനെ ഉരുണ്ട് വീണു എന്നൊക്കെ പറയുമ്പോൾ പപ്പായും പറഞ്ഞു അത് ശരിയാണല്ലോ. അങ്ങനെ എന്നെ വീണ്ടും കാക്കനാട്ട് അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി. പെങ്ങൾ തൽക്കാലം വീട്ടിൽ തന്നെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പെങ്ങളെ അങ്ങോട്ടാക്കാം എന്നുള്ളതൊക്കെ പ്ലാനിൽ അവരിയ്ക്കുകയാണ്. എനിക്കാണെങ്കിൽ കാക്കനാട്ട് പോകാനായിട്ട് ഒരുപാട് സന്തോഷവും ആഗ്രഹമൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം, അനിയനായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോകുന്ന കാര്യവും ബുദ്ധിമുട്ടാണ്. എന്നാലും മനസ്സോടുകൂടി ഞാൻ കാക്കനാട്ടേക്ക് ചെന്നു. അവിടെ ചെന്നു പഴയ പോലത്തെ ഒരനുഭവങ്ങളൊന്നും ഇല്ല, ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ബോറടിയാണ്. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള കൂട്ടുകാരായ ബിനുവിനെയും ബീനയൊക്കെ വിളിച്ചിട്ട് ഓരോരോ കളിയിലൊക്കെ ഇങ്ങനെ. അപ്പോൾ അപ്പച്ചൻ വന്നിട്ട് വഴക്ക് പറയുമ്പോൾ കാര്യം ചെയ്യാൻ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടാക്കിയ കറ്റയാണത് എന്ന് പറയും. അങ്ങനെ അപ്പച്ചനോടൊക്കെ വഴക്കുണ്ടാക്കി കുറച്ച് രക്ഷപ്പെടാം, കറ്റാണത്ത് പോകാം എന്നുള്ള ചിന്തയിലൊക്കെ ഇരിക്കുകയാണ്. ഇന്നലകളുടെ അനുഭവങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ എടുത്തു പറയാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അനുജൻ്റെ കൂടെയുള്ള ഒരു തുടക്കം. അങ്ങനെ നാളെ നല്ലൊരു കഥയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. അവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി.